ഇനി നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് 87ാമത്തെ പേജിൽ ഇലിസ്ട്രേഷൻ 4.1 ആണ്. ഓക്കെ, ഒബ്സർവ് ഇലിസ്ട്രേഷൻ 4.1 ആൻഡ് നോട്ട് ഡൗൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെൻറ്റ്സ് ഇൻ ഈച്ച് ഓർഗാനിസം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്സർവ്, അതായത് നിരീക്ഷിക്കുക. ഓക്കെ, ഏതാണ് ചിത്രീകരണം, ഇലിസ്ട്രേഷൻ 4.1. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ഓരോ ജീവിയുടെയും ചലനത്തിൻ്റെ പ്രാധാന്യം രേഖപ്പെടുത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒബ്സർവ്, അതായത് നിരീക്ഷിക്കുക, ഇലിസ്ട്രേഷൻ 4.1 ചിത്രീകരണം 4.1 ആൻഡ് നോട്ട് ഡൗൺ കുറിച്ച് വയ്ക്കുക. എന്ത്? ഇമ്പോർട്ടൻസ്, പ്രാധാന്യം, ഓഫ് മൂവ്മെൻറ്റ്സ് ചലനത്തിൻ്റെ, ഓഫ് ഈച്ച് ഓർഗാനിസം, അതായത് താഴെ ഈ ഓർഗാനിസം ജീവജാലം. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? 4 ജീവജാലങ്ങളുടെ പടമാണ് തന്നിരിക്കുന്നത്. ആ 4 ജീവജാലങ്ങളുടെ ചലനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഒന്നാമതായിട്ട് തന്നിരിക്കുന്നത് ഫുഡ് അക്യൂസേഷൻ ഇൻ അമീബ, അതായത് അമീബയിൽ എങ്ങനെയാണ് ഭക്ഷണത്തെ അവ ആർജിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അമീബയിൽ ആഹാര സമ്പാദനം നടക്കുന്നത് എന്നുള്ള ഭാഗമാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. രണ്ടാമതായിട്ട് തന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു വാരിയെല്ലിൻ്റെ ചട്ടക്കൂട്, റിബ്സ് തന്നിരിക്കുന്ന ഒരു ഭാഗമാണ്. അവിടെ ഒരു ചലനം നടക്കുന്നുണ്ട്. എന്ത് ചലനമാണ്? ഹൃദയത്തിൻ്റെ ചലനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവിടെ ഹൃദയത്തിൻ്റെ ചലനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മൂന്നാമതായിട്ട് ഒരു ചെടി ഒരു ജനലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ പ്രകാശം വരുന്ന ജനലിലേക്ക്. അപ്പോൾ ചെടിയുടെ ചലനം എങ്ങോട്ടുള്ളതാണ്? പ്രകാശത്തിലേക്കുള്ള ചലനമാണ് കാണിച്ചിരിക്കുന്നത്. നാലാമതായിട്ട് ഒരു മാൻകുഞ്ഞിനെ ഒരു കടുവ ആഹാരത്തിന് വേണ്ടിയിട്ട് വേട്ടയാടുന്ന ചിത്രമാണ് തന്നിരിക്കുന്നത്. ഇവിടെ കടുവയും മാൻകുഞ്ഞും ഓടുന്ന ഒരു ചലനമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും ചലനങ്ങൾ കണ്ടുവല്ലോ. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലിസ്റ്റ് ഔട്ട്, അല്ലെങ്കിൽ ലിസ്റ്റ് ഔട്ട് കുറിച്ച് വയ്ക്കുക. അതർ കൈൻഡ്സ് ഓഫ് മൂവ്മെൻറ്റ്സ് ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത്, നിങ്ങൾക്ക് ഫെമിലിയർ വിത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന മറ്റ് ചലനങ്ങളെക്കുറിച്ച് എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അവ കൃത്യമായിട്ട് കുറിച്ച് വയ്ക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 89ാമത്തെ പേജ് കഴിഞ്ഞു. ഇനി 90ാമത്തെ പേജിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹാവിൻറ്റ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ഡിഫറെൻറ്റ് ഓർഗാനിസംസ് അഡാപ്റ്റഡ് വേരിയസ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ് ടു മീറ്റ് ദെയർ ഡൈവേഴ്സ് നീഡ്സ്. ഇനി നമ്മളോടൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: വിവിധ തരത്തിലുള്ള ജീവജാലങ്ങൾ അവയുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്നതിന് വേണ്ടി വിവിധ തരത്തിലുള്ള അല്ലെങ്കിൽ വൈവിധ്യങ്ങളായ അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ചലന രീതികളോട് അവ അഡാപ്റ്റ് ചെയ്തിട്ടില്ലേ, അല്ലെങ്കിൽ അവ വൈവിധ്യമാർന്ന ചലന രീതികളിലേക്ക് ഇഴുകിച്ചേർന്നിട്ടില്ലേ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്കിങ്ങനെ പറയാം: ഹാവിൻറ്റ് യു, നിങ്ങൾക്ക് അണ്ടർസ്റ്റുഡ്, മനസ്സിലായില്ലേ, ഡിഫറെൻറ്റ് ഓർഗാനിസം വ്യത്യസ്തങ്ങളായ ജീവജാലങ്ങൾ, ഹാവ് അഡാപ്റ്റഡ് മറ്റുള്ള സാഹചര്യങ്ങളോട് ഇഴുകിച്ചേർന്നിട്ടില്ലേ, എങ്ങനെയുള്ള വേരിയസ് ടൈപ്സ് വ്യത്യസ്ത തരങ്ങളായ സാഹചര്യങ്ങളോട് ചേർന്നിട്ടില്ലേ, എന്ത്? മൂവ്മെൻറ്റ് ചലനത്തിൽ, ടു മീറ്റ് അവയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ, ദെയർ ഡൈവേഴ്സ് നീഡ്സ് വൈവിധ്യങ്ങളായിരുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? വൈവിധ്യങ്ങളായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ജീവജാലങ്ങൾ വൈവിധ്യങ്ങളായിട്ടുള്ള ചലനത്തിനോട് ഇഴുകി ചേർന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പാരഗ്രാഫിലേക്ക് പോവുകയാണ്. 90ാമത്തെ പേജിൽ 2ാമത്തെ പാരഗ്രാഫ്. വേരിയസ് മൂവ്മെൻറ്റ്സ്, വ്യത്യസ്ത തലത്തിലുള്ള മൂവ്മെൻറ്റ്സ്, ബോത്ത് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ ടു ദ നേക്കഡ് ഐസ് ആസ് വെൽ ആസ് ഡൈവേഴ്സ് അഡാപ്റ്റേഷൻ ഫോർ മൂവ്മെൻറ്റ്സ് ആർ സീൻ ഇൻ ദ ലിവിങ് വേൾഡ്. ഇവിടെ നമ്മളോട് ഒരു വലിയ സെൻറ്റൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സെൻറ്റൻസ് ഇങ്ങനെയാണ്: വേരിയസ് മൂവ്മെൻറ്റ്സ്, അതായത് വ്യത്യസ്തങ്ങളായ ചലന രീതികൾ. ഓക്കെ, ചലനങ്ങൾ കാണുന്നുണ്ട്. എവിടെയാണ് നമ്മൾ കാണുന്നത് വ്യത്യസ്തങ്ങളായ ചലന രീതികൾ? വേരിയസ് മൂവ്മെൻറ്റ്സ് ബോത്ത് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ. നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വിസിബിൾ, വിസിബിൾ എന്ന് വെച്ചാൽ കാണുവാൻ സാധിക്കുന്നത്, ഇൻവിസിബിൾ എന്ന് വെച്ചാൽ കാണാൻ സാധിക്കാത്ത. അപ്പോൾ വേരിയസ് മൂവ്മെൻറ്റ്, വ്യത്യസ്തങ്ങളായ ചലന രീതികൾ, കാണുവാൻ സാധിക്കുന്നതും വിസിബിൾ ആയിട്ടുള്ളതും ഇൻവിസിബിൾ ആയിട്ടുള്ളതും കാണുവാൻ സാധിക്കാത്തതും, ടു അവർ നെയ്ക്കഡ് ഐ നമ്മളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കുന്നതും കാണുവാൻ സാധിക്കാത്തതുമായിട്ടുള്ള, ആസ് വെൽ ആസ് ഡൈവേഴ്സ് അഡാപ്റ്റേഷൻസ് ഫോർ മൂവ്മെൻറ്റ്സ് ആർ സീൻ ഇൻ ദ വേൾഡ്. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ അഡാപ്റ്റേഷനുകളും അതൊക്കെ
അല്ലാത്തതുമായ നിരവധി ദൃശ്യമാകുന്നു, അതായത് ദൃശ്യമാകുന്നതും അല്ലാത്തതുമായ നിരവധി ചലനങ്ങളും അതിനനുകൂലമായ വ്യത്യസ്ത ചലനോപാധികളും ലോകത്ത് കാണപ്പെടുന്നു. അതായത് വേ അഡാപ്റ്റേഷൻ ഫോർ മൂവ്മെൻറ്റ്സ് ആർ സീൻ ഇൻ ദ വേൾഡ്. അതായത് ഡൈവേഴ്സ് വ്യത്യസ്തങ്ങളായ അഡാപ്റ്റേഷൻസ് ഫോർ മൂവ്മെൻറ്റ് ചലനോപാധികൾ എന്നുള്ളതാണ് അഡാപ്റ്റേഷൻ ഫോർ മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നുന്നത്. അഡാപ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാഹചര്യവുമായിട്ട് ചേർന്ന് പോവുക. അപ്പം ചലനം എന്ന് പറയുന്ന സാഹചര്യത്തിനോട് ചേർന്ന് പോകുന്ന രീതിയിലുള്ള അഡാപ്റ്റേഷനുകൾ എവിടെ കാണാൻ സാധിക്കും? ആർ സീൻ ഇൻ ദ ലിവിങ് വേൾഡ്. ജീവജാലങ്ങളുടെ അല്ലെങ്കിൽ ലോകത്ത് അല്ലെങ്കിൽ ജീവജാലങ്ങളുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ജീവലോകത്ത് കാണപ്പെടുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നൽകിയിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വേൾഡ്. അനലൈസ് ദ ഇലിസ്ട്രേഷൻ നമ്മളോട് പറയുകയാണ്, വിശകലനം ചെയ്യുക. ഏതാണ്? 4.2 ആയിട്ടുള്ള ഇലിസ്ട്രേഷൻ ചിത്രീകരണം 4.2 വിശകലനം ചെയ്യുക. ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ്. എന്തിനാണ്? ഇൻഡിക്കേറ്റേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ. എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? സൂചകങ്ങൾക്ക് അനുസൃതമായിട്ട് വിശകലനം ചെയ്യുക. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സൂചകങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? വിശകലനം ചെയ്യേണ്ടത് എന്താണ്? ഇൻഫ്ലുവൻസസ് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് നോട്ട് ഡൗൺ ഇൻഫ്ലുവൻസസ് ദ ഡൈവേഴ്സ് മൂവ്മെൻറ്റ്സ് ഇൻ ദ ലിവിങ് വേൾഡ്. അതായത് വൈവിധ്യങ്ങളായിരുന്ന ചലന രീതികൾ ജീവലോകത്ത് നടക്കുന്നതിനെക്കുറിച്ച് നമ്മളോട് വിശകലനം ചെയ്ത് നിഗമനങ്ങളിൽ എത്തിച്ചേരുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാനിതൊന്നുകൂടി പറഞ്ഞു തരാം നിങ്ങൾക്ക് വ്യക്തമായിട്ട്. അനലൈസ് ദ ഇലിസ്ട്രേഷൻ, അതായത് നമ്മളോട് ഇലിസ്ട്രേഷൻ 4.2 അനലൈസ് ചെയ്യുവാനാണ് അല്ലെങ്കിൽ വിശകലനം ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേഷൻസ്, അതായത് നൽകിയിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ. ആൻഡ് നോട്ട് ഡൗൺ എഴുതുക ദ ഇൻഫ്ലുവൻസസ് നിഗമനങ്ങൾ റിഗാർഡിംഗ് അതിനെക്കുറിച്ച്. ഏതിനെക്കുറിച്ചാണ്? ഡൈവേഴ്സ് മൂവ്മെൻറ്റ് വ്യത്യസ്തങ്ങളായ ചലനത്തെക്കുറിച്ച്. ഇൻ ദ ലിവിങ് വേൾഡ് ജീവലോകത്ത് നടക്കുന്ന വ്യത്യസ്തങ്ങളായ ചലനത്തെക്കുറിച്ച് ഇൻഫ്ലുവൻസ് നമ്മളോട് എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുക ഇലിസ്ട്രേഷൻ 4.2 ഏതാണ്? മൂവ്മെൻറ്റ്സ് ഇൻ ദ ലിവിങ് വേൾഡ് എന്ന് പറയുന്നതാണ് 90ാമത്തെ പേജിലെ മൂവ്മെൻറ്റ്സ് ഇൻ ദ ലിവിങ് വേൾഡ് എന്ന ഭാഗമാണ്. ഓക്കെ, അവിടെ എന്താണ് കാണുവാനായിട്ട് സാധിക്കുന്നത്? മൂവ്മെൻറ്റ്സ് ഇൻ ദ ലിവിങ് വേൾഡ് 3 രീതിയിലുള്ള ഇതിനെയാണ് തന്നിരിക്കുന്നത്. ഒന്ന് മൈക്രോ ഓർഗാനിസം, രണ്ടാമത്തേത് അനിമൽസ്, മൂന്നാമത്തേത് പ്ലാന്റ്സ്. ഓക്കെ, ഒന്നാമത്തെ മൈക്രോ ഓർഗാനിസത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. മൂവ്മെൻറ്റ്സ് യൂസിങ് നമ്മളോട് ഫ്ലജല്ല ഇൻ ബാക്ടീരിയ, സ്യൂഡോപോഡിയ ഇൻ അമീബ ആൻഡ് സീലിയ ഇൻ പാരാമീസിയം ആർ എക്സാമ്പിൾസ് ഫോർ ഡൈവേഴ്സിറ്റി ഓഫ് മൂവ്മെൻറ്റ്സ് ഇൻ വേരിയസ് മൈക്രോ ഓർഗാനിസം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മൂവ്മെൻറ്റ്സ് ഇൻ ബാക്ടീരിയ, അതായത് ബാക്ടീരിയയിലെ ചലനം എന്തുപയോഗിച്ചാണ്? ഫ്ലജല്ലം ഉപയോഗിച്ചും. അമീബയുടെ ചലനം അവയുടെ കപടപാദങ്ങൾ അല്ലെങ്കിൽ കപടപാദങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? പോഡിയ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ കപടപാദങ്ങൾക്ക് സൂഡോപോഡിയ എന്ന് പറയുന്നു. ഫ്ലജല്ല എന്ന് പറയുന്നത് അവയുടെ ആ ചിറക് പോലെ കയറി വരുന്ന ഭാഗമാണ്. പിക്ചറിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ആ പിക്ചറിൽ കാണുന്ന ഭാഗമാണ് ഇൻ അമീബ. അൻസീലിയ ഇൻ പാരാമീസിയത്തിൽ എന്താണ്? സീലിയയിൽ ഉണ്ടാകുന്ന പാരാമീസിയം. ഈ സാധനങ്ങളെല്ലാം എന്തിനാണ് സഹായിച്ചിരിക്കുന്നത്? സീലിയ എന്നിവയിലുള്ള പാരാമീസിയത്തിൽ സീലിയ എന്നിവയിലുള്ള ചലനങ്ങൾ ഇവ ഉപയോഗിച്ച് എന്താണ് നടത്തുന്നത്? ചലനങ്ങൾ സൂക്ഷ്മജീവികളിലെ വൈവിധ്യമാർന്ന ചലനങ്ങൾക്ക് ഉദാഹരണമാണ്. മൈക്രോ ഓർഗാനിസത്തിൻ്റെ ചലനങ്ങൾക്ക് ഉദാഹരണമാണ്. സോ അപ്പം വിച്ച് ആർ ദ മൂവ്മെൻറ്റ്സ് ഇൻ മൈക്രോ ഓർഗാനിസം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതുക മൂവ്മെൻറ്റ്സ് യൂസിങ് ഫ്ലജല്ല ഇൻ ബാക്ടീരിയ എന്ന് എഴുതുക, സ്യൂഡോപീഡിയ ഇൻ അമീബിയ എന്ന് എഴുതുക, അതുപോലെ തന്നെ സീലിയ ഇൻ പാരാമീസിയം എന്ന് എഴുതുക. ഇതെല്ലാം എന്താണ്? മൈക്രോ സൂക്ഷ്മജീവികളുടെ ചലനങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അനിമൽസ് ആണ്, രണ്ടാമത്തെ ഭാഗം. ഇൻ അനിമൽസ് മൂവ്മെൻറ്റ്സ് റെഫേഴ്സ് ടു ചേഞ്ച് ഇൻ പാർട്ട് ഓഫ് ദ ബോഡി. അതായത് അനിമൽസിലെ ജന്തുക്കളിൽ ചലനം എന്നത് ശരീരത്തിൻ്റെ ഭാഗത്തിനോ ചുറ്റുപാടിനോ അപേക്ഷിച്ചോ ശരീരത്തിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ്. സോ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ശരീരത്തിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തെയാണ് എന്ന് പറയുന്നത് അനിമൽസിലെ ചലനങ്ങൾ എന്ന് പറയുന്നത്. ഇൻ അനിമൽ ജന്തുക്കളിൽ മൂവ്മെൻറ്റ്സ് റെഫേഴ്സ് ചലനം റെഫർ ചെയ്യപ്പെടുന്ന എന്തിനുകൊണ്ടാണ്? ചേഞ്ച് ഇൻ എ പാർട്ട് ഓഫ് ദ ബോഡി, അതായത് ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളോട്, ഓർ പൊസിഷൻ ഓഫ് ദ ബോഡി ശരീരത്തിൻ്റെ ആ ഒരു സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റം, വിത്ത് റെസ്പോണ്ട് ടു ദ സറൗണ്ടിങ് ചുറ്റുപാടുകളുമായിട്ടുള്ള സാദൃശ്യത്തിൽ അവയുടെ പൊസിഷനോ അല്ലെങ്കിൽ മാറ്റമോ ഉണ്ടാകുന്നതിനെയാണ് ചലനം എന്ന് പറയുന്നത്. ദ മൂവ്മെൻറ്റ് ഓഫ് സ്പേം, പെരിസ്റ്റാൾസിസ്, ഹാർട്ട് ബീറ്റ്, സർക്കുലേഷൻ ഓഫ് ബ്ലഡ്, വാക്കിംഗ്, റണ്ണിങ്, ജമ്പിങ് എക്സെട്ര ആർ എക്സാമ്പിൾസ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ മൂവ്മെൻറ്റ് ഓഫ് സ്പേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീജത്തിൻ്റെ ചലനം.
പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ വീഡിയോയിലേക്ക് നോക്കുക. ഓക്കെ, ഹാർട്ട് ബീറ്റ്, ഹൃദയത്തിൻ്റെ ചലനം. അതുപോലെ തന്നെ സർക്കുലേഷൻ ഓഫ് ബ്ലഡ്, എന്താണ് ബ്ലഡിൻ്റെ സർക്കുലേഷൻ. ഓക്കെ, ഹൃദയമടിപ്പ്, രക്തത്തിൻ്റെ പര്യനം, നടത്തം, ഓട്ടം, ചാട്ടം, ഇവയെല്ലാം എന്താണ് ഉദാഹരണങ്ങളാണ് ജന്തുക്കളിൽ ഉള്ള ചലനത്തിൻ്റെ. ഇനി മൂന്നാമത്തെ ഭാഗത്തേക്ക് പോവുകയാണ്. സസ്യങ്ങളുടെ ചലനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. സസ്യങ്ങളുടെ ചലനത്തിൻ്റെ പ്രത്യേകത എന്താണ്? വേരിയസ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ് ആർ ദെയർ ഇൻ പ്ലാന്റ്സ്. അതായത് വ്യത്യസ്ത തരത്തിലുള്ള ചലനങ്ങൾ സസ്യങ്ങളിലുണ്ട്. ദേ ആർ ഇൻ പ്ലാന്റ്സ് ഈവൻ ദോ പ്ലാന്റ്സ് ഡു നോട്ട് മൂവ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. എങ്ങനെയാണെങ്കിലും പ്ലാന്റുകൾ, സസ്യങ്ങൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നില്ല എങ്കിലും വ്യത്യസ്ത തരത്തിലുള്ള ചലനങ്ങൾ, മൂവ്മെൻറ്റ്സ് ആർ ദെയർ ഇൻ പ്ലാന്റ്സ് സസ്യങ്ങളിലുണ്ട്. ഈവൻ ദോ എന്നിരുന്നാലും പ്ലാന്റ്സ് സസ്യങ്ങൾ ഡു നോട്ട് മൂവ് അവ ചലിക്കുന്നില്ലെങ്കിലും ഫ്രം പ്ലേസ് ടു പ്ലേസ് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്. Seed segmentation and change in the parts of plants according to stimuli are examples of plant movements. അതായത് സീഡ് സെഗ്മെൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വിത്തുകളുടെ മുളയ്ക്കൽ. അതുപോലെ തന്നെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് സസ്യഭാഗങ്ങൾക്കുണ്ടാകുന്ന മാറ്റം. അതായത് സ്റ്റിമുലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഉദ്ദീപനം. അപ്പോൾ ഉദ്ദീപനത്തിനനുസരിച്ച് സസ്യങ്ങൾക്കുണ്ടാകുന്ന മാറ്റവും വിത്തുകളുടെ മുളയ്ക്കലും എല്ലാം എന്താണ്? സസ്യത്തിലുണ്ടാകുന്ന ചലനത്തിന് ഉദാഹരണമാണ്. ഓക്കെ, ആ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. സ്റ്റിമുലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദീപനം. ഓക്കെ, സീഡ് സെഗ്മെൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തുകളുടെ മുളയ്ക്കൽ. ഓക്കെ, പ്ലാന്റ്സ് അക്കോർഡിംഗ് ടു ദ സ്റ്റിമുലി, എന്താണ്? സ്റ്റിമുലിക്ക് അനുസൃതമായി. അക്കോർഡിംഗ് ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുസൃതമായി. ഓക്കെ, പ്ലാന്റുകളിൽ ഉണ്ടാവുന്ന ചലനങ്ങൾ ആണ്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം.